Assalamu alaikum warahmatullahi wabarakatuh. My dear teachers, friends, and all who have gathered here. I am going to tell a small story of Yusuf al-Islam. It is the interesting stories in Quran. Yusuf al-Islam is the son of Yaqub al-Islam. He had 11 brothers. His brothers are jealous of Yusuf al-Islam and wants to kill him. In the next day, the brothers told their father to let Yusuf al-Islam go with them. The father did not let them. The brothers told again and again. The father let them. At last the father let them. The brothers took Yusuf al-Islam near the well and put him in the well, and told their father that Yusuf al-Islam was eaten by the wolf. The father was very sad. Yusuf al-Islam was alone in the well, and he prayed to Allah. In the next day, some merchants came near the well and put a rope and a bucket to drink some water. Yusuf al-Islam was very happy to see the rope and climb on the rope. Yusuf al-Islam was brought up. The merchants was very happy to see the handsome boy and took him to Egypt and sold him in the store. Yusuf al-Islam was brought by the minister of the palace. The minister of the palace was very happy and took him to his home. Yusuf al-Islam was very happy of the minister's house, and he was so happy. So the moral of the story is, if you pray to Allah, Allah will save us. Assalamu alaikum. അസ്സലാമു അലൈക്കും. കൂട്ടുകാരെ, ഞാൻ ഇന്നൊരു കൊച്ചു കഥ പറയാൻ പോകുന്നു. കഥയുടെ പേര് സത്യസന്ധതക്കുള്ള സമ്മാനം. അതാ അങ്ങോട്ട് നോക്കൂ. ആ കുന്നിൻ മുകളിലാണ് അനുമോൻ്റെ വീട്. അനുമോന് ഉപ്പയില്ല. അനുമോന് ഉമ്മ മാത്രമേ ഉള്ളൂ. അനുമോൻ ജനിക്കും പിന്നെ അവൻ്റെ ഉപ്പ മരിച്ചുപോയി. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപ്പയുമ്മയില്ലേ? അനുമോൻ്റെ ഉമ്മ അടുത്തുള്ളൊരു പണക്കാരെ വീട്ടിൽ ജോലി എടുത്തിട്ടാണ് ജീവിക്കുന്നത്. അവരെപ്പോഴും അനുമോൻ്റെ ഉമ്മ എപ്പോഴും രാവിലെ വേഗം എണീച്ചിട്ട് സുബഹിസ്കരിക്കാൻ വേണ്ടിയിട്ട് അനുമോനെ ഉണർത്തും. എന്നിട്ട് പള്ളിയിലേക്ക് പോവും, സ്കിക്കും. അവിടെ ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസ്സും കേട്ടിട്ട് തിരിച്ചു പോവും. അന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ കള്ള പറഞ്ഞുള്ള ശിക്ഷയും നരകത്തിനും ചൂടിനെ കുറിച്ചാണ്. വീട്ടിൽ നിന്ന് അനുമോന് അടുപ്പിൻ്റെ അടുത്തുനിന്ന് അവൻ്റെ ഉമ്മനോട്, ഉമ്മ, ഈ തീനെക്കാട്ട് ചൂടുണ്ടാവും നരകത്തിലെ തീന്. ഉമ്മ, മോനെ, ഈ ജീവിതത്തിൽ ഒരിക്കലും കളവ് അറിയാത്ത നബി പറഞ്ഞാന്ന് ഈടത്തെ തീനെക്കാട്ട് 70 ഇരട്ടി ചൂടുണ്ടാവുമെന്ന്. അനുമോൻ പൊട്ടിക്കരഞ്ഞു. അനുമോൻ്റെ ഉമ്മ, മോനെ, നീ എന്തിനാ നീ ഒരു തെറ്റും ചെയ്യാത്ത ചെറിയൊരു കുട്ടിയല്ലേ? അനുമോൻ പറഞ്ഞ്, ഉമ്മ, ഞാൻ ഒരു തെറ്റ് ചെയ്തു പോയി. ക്ലാസ്സിലത്തെ ബെഞ്ചിൻ്റെ അടിയിൽ നിന്ന് ഒരു പേജ് എടുത്തിട്ട് ആരും കാണാണ്ട് പോക്കറ്റിലിട്ട് മുട്ടായി വാങ്ങി തിന്നു. അനുമോൻ്റെ ഉമ്മ പറഞ്ഞ്, നമുക്ക് പിന്നെ അന്ന് നമുക്ക് പറഞ്ഞ് ഷമീറിൻ്റെ പേശിയാണ്
എന്നിട്ട് ഹനുമാൻ്റെ ഉമ്മ പറഞ്ഞ് പൈസ തിരിച്ചു കൊടുക്കാൻ പോവാന്ന്. ഹനുമാൻ്റെ ഉമ്മ പൈസ തിരിച്ചു കൊടുക്കാൻ പോയി. നേരം സമീറിൻ്റെ ഉപ്പയും സമീറിൻ്റെ ഉമ്മയും സമീറും ഉണ്ടായിരുന്നു. ഹനുമാന് സമീറിൻ്റെ ഉപ്പാക്ക് പൈസ തിരിച്ചു കൊടുത്ത്. സമീറിൻ്റെ ഉപ്പ പറഞ്ഞ് അത്ഭുതപ്പെട്ടിട്ട് പറഞ്ഞ് ഇത്ര സത്യത അതിനുള്ളൊരു സമ്മാനം തരുന്നിട്ട് ഹനുമാൻ സമ്മാനം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ കഥ ഇഷ്ടപ്പെട്ടുണാ? അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ഉമ്മായും മോനും. ഉമ്മായി വളരെയധികം സ്നേഹിക്കുന്ന മകളായിരുന്നു യഹിയ ബിൻ ഷറഫ്. ഒരു ദിവസം ആ ഉമ്മ ദാഹിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം തരാമെന്ന് വിചാരിച്ചു. മകൾ വെള്ളം കൊണ്ടുവന്നപ്പോഴേക്ക് ആ ഉമ്മ ഉറങ്ങിക്കഴിഞ്ഞു. ആ ഉമ്മ വിളിച്ചോട് ശരിയല്ലാന്ന് വിചാരിച്ച് ആ മകന് വെള്ളവുമായി ഉമ്മ അടുത്ത് തന്നെ ഇരുന്നു. വളരെ വൈകിയാണ് ആ അമ്മ എണീറ്റത്. അപ്പം ആ അമ്മ പറഞ്ഞു, മോനെ നീ ഇത്ര നേരം ഉണർന്നിരിക്കുകയെന്നോട് പറഞ്ഞു. അപ്പം മോൻ പറഞ്ഞു ആ ഉമ്മ എണീക്കുന്ന ഉടനെ വെള്ളം തരാമെന്ന് വിചാരിച്ചു. അപ്പം ആ മകൻ ഉടനെ ദുആ ചെയ്തു, അള്ളാഹു എന്നെ പൊണ്ണു മകനെ നല്ലാക്കുന്ന. ഈ മകന് അതിന് ലോകപ്രസിദ്ധനായ ഇമാം നവവി റഹ്മുള്ള. കൂട്ടുകാരെ, നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഉമ്മയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം. ഉമ്മ പറയുന്നതെല്ലാം അനുസരിച്ചാൽ നമ്മൾ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്താം. ഇതേപോലുള്ള മക്കളെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുന്നേ. ആമീൻ. അസ്സലാമു അലൈക്കും. Assalamu alaikum. Today I am going to tell a story about the man and the dog. Once upon a time, a man was walking in a hot sandy desert. He was very thirsty and tired. After a long search, he found a well with cool water and drank until he felt better. As he continued walking, he saw a thirsty dog. Man felt sorry for the dog and wanted to help. He took off his shoe, filled it with water, and gave it to the dog. The dog drank happily. Later, when the man died, Allah welcomed him to heaven because he was very kind to the dog. Thank you. അസ്സലാമലൈക്കും. ഹലോ കൂട്ടുകാരെ, ഞാനൊരു കൊച്ചു സ്റ്റോറി പറഞ്ഞു തരട്ടെ. അതിൽ നിങ്ങൾ പറയണം ബുദ്ധിയാണോ ശക്തിയാണോ വലുതെന്ന്. പണ്ടൊരു കാലത്ത് അവിടെ ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു. ആ സിംഹരാജാവ് എല്ലാവരെയും പേടിപ്പിക്കുകയും അവരെ തിന്നാൻ വരികയും ചെയ്യും. അപ്പോൾ എല്ലാ മൃഗങ്ങളും ഭക്ഷണവും വെള്ളവും ഒന്നുമില്ലാതെ മരത്തിൻ്റെ അടുത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. അതിനെല്ലാവരും കൂടി ഒരു മീറ്റിംഗ് ഉണ്ടാക്കി. ആ മീറ്റിങ്ങിൽ കുറുക്കൻ പറഞ്ഞു, നമ്മളെല്ലാ ദിവസവും സിംഹരാജാവിൻ്റെ അടുത്ത് ഭക്ഷണമായി പോവണം. അപ്പോൾ ബാക്കിയുള്ളവർക്ക് സമാധാനമാവും. അപ്പോൾ എല്ലാവരും പോയി പിന്നെ മുയലിന് പോകാനുള്ള ടൈമായി. അപ്പോൾ മുയൽ വേഗം പോയിട്ട് അവിടെ നിന്ന് ഒരു മരത്തിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, എന്തേലും ഒരു ബുദ്ധി ആലോചിക്കണം ഞാൻ ആ ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുയലിന് ബുദ്ധി കിട്ടി. വേഗം പോയപ്പോൾ സിംഹരാജാവ് പറഞ്ഞു, നീ വളരെ വഴുകി, ഞാൻ നിന്നെ ഇപ്പം തിന്നാൻ പോവാം. സിംഹരാജാവ് ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, ഞാൻ പോവണിടയിൽ വേറൊരു സിംഹത്തിനെ പറഞ്ഞ് സിംഹനെ തിന്നാൻ വന്നപ്പോൾ ഞാൻ ധൈര്യത്തോടെ പറഞ്ഞു, എൻ്റെ സിംഹരാജാവ് നല്ല ബുദ്ധിയുള്ളവനാണ്, ശക്തിയുള്ളവനാണ്. അപ്പോൾ വേഗം
സിംഹരാജാവിന് ദേഷ്യം പിടിച്ചു. സിംഹരാജാവ് പറഞ്ഞു, വേഗം അവരുള്ള സ്ഥലത്ത് തന്നെ കൊണ്ടുപോവുക. വേഗം പോയി ഒരു പഴയ കിണറ്റിൻ്റെ അടുത്ത് പോയപ്പോൾ അതേ മുഖം വന്നപ്പോൾ സിംഹരാജാവ് ഒന്നും നോക്കാതെ അതിക്ക് ചാടി, പിന്നെ മുങ്ങി മരിച്ചു. അസ്സലാമു അലൈക്കും. ഞാൻ പാട്ട് പാടാൻ പോകുന്നത് ഒരു സിംഹത്തിൻ്റെ പാട്ടാണ്. പണ്ട് ഒരു കാലത്ത് ഒരു സിംഹം ഉണ്ടായിരുന്നു. അത് പ്രായമായപ്പോൾ എല്ലാവരോടും സിംഹം പറഞ്ഞു എല്ലാവരും ഫുഡ് കൊണ്ടുവരണം എന്ന്. എന്നിട്ട് ഓരോരോ ദിവസം ഓരോരോ ആളായിട്ട് ഫുഡ് കൊണ്ടുവരുന്നു. എന്നിട്ട് ഒരു ദിവസം മുയൽ ഫുഡ് കൊണ്ടുവരുമ്പം പേടിച്ചിട്ട് ഒരു കഴുത്തിലോക്കി. എന്നിട്ട് പറഞ്ഞു സിംഹരാജാവിൻ്റെ അടുത്ത് പോയിട്ട് സിംഹരാജാവ് പറഞ്ഞു, നീ എന്തിനാ ലേറ്റായതെന്ന്. പിന്നെ മുയൽ പറഞ്ഞു, അവിടെ ഒരു കളത്തിൽ ഒരു സിംഹം ഉണ്ടായിരുന്നു. ആ സിംഹം പറഞ്ഞു, ഞാനാണ് ഈ നാട്ടിലത്തെ രാജാവ് എന്ന്. എന്നിട്ട് സിംഹം പറഞ്ഞ് എന്നിട്ട് ആ കുളം കാണിക്കണം എന്ന്. എന്നിട്ട് മുയൽ ആ കുളത്തിൽ കാണിച്ചു. അന്നേരം സിംഹം പറഞ്ഞു, ഞാൻ നിന്നെ കൊല്ലും എന്ന്. മറ്റേ എന്നിട്ട് സിംഹം വെള്ളത്തിൽ ചാടി. അപ്പോഴേക്കും അത് സിംഹമല്ലായിരുന്നു. എന്നിട്ട് മുയലാടുന്ന ഓടിപ്പോയി. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. The Lion and the Mouse. One day, a lion was sleeping after his meal. A mouse sought him and thought it would be fun to play on him. He jumped on his back and climbed his tail and slid down the tail. Suddenly, the lion woke up with a loud roar. The lion got the mouse with his big paws. The mouse was very scared. The lion opens its big jaws to swallow him. The mouse told, "Please don't eat me, king. I would never forget it. Maybe one day I can help you." The lion was really amused by the mouse idea, but he let him go. "Thank you, king," said the mouse. "I would never forget your kindness. You are lucky, my friend, that I just eaten. Now go, or else I will make a meal of you." The mouse ran away. A few days later, the lion was roaming the jungle. Hunters put a trap to capture the lion. They hid in the trees and waiting for the lion to approach the trap. And as he did, the hunters pulled the net and fastened the net. The hunters went back to the village to bring a cart to transport the lion. The lion was still roaring. All the animals, including the mouse, heard the roar. "The lion, the king, is in danger. I have to return the favor." Finally, he reached. "Don't worry, king. I will set you free." He climbed to the trap and used his sharp little teeth to bite through the trap. Finally, he freed the lion from the trap. The lion realized even a small mouse could be a great help. "Thank you, mouse. Live happily in my forest. You saved the king's life.
Now you are the prince of the forest, said the king. Thank you, king. Bye, see you soon. The lion told, where are you going? Don't you want to play on me and slide down my tail? He started playing on him and slide down his tail. After a while, the hunters came back with a cart. The lion and the mouse saw them and ran towards them. The lion said a big roar. The hunters were terrified and went back to the village. The moral of the story was, kindness is never wasted. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട അധ്യാപകനെ, രക്ഷിതാക്കളെ, വിധികർത്താക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാനൊരു സഹാബിയുടെ ചരിത്രം നിങ്ങളോടൊത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. കുട്ടിക്കാലത്ത് തന്നെ ഉപ്പയെ നഷ്ടപ്പെട്ട സഹാബിയായിരുന്നു ഉമർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മാതാവിനെ പണക്കാരനായ ജൂലാസ് വിവാഹം കഴിച്ചു. തൻ്റെ 10-ാം വയസ്സിൽ ഉമർ ഇസ്ലാം സ്വീകരിച്ചു. പള്ളിയിൽ കൃത്യമായ സമയത്തെത്തും ബാലനായിരുന്നു ഉമർ. തബൂക്ക് യുദ്ധത്തിന് വേണ്ടി വിശ്വാസികൾ ഒരുങ്ങുന്നത് ഉമറിന് ആവേശം നൽകി. ഉമർ താൻ കണ്ട കാഴ്ചകൾ അദ്ദേഹത്തിനോട് വിവരിച്ചു. ഇതെല്ലാം കേട്ട ജൂലാസ് പറഞ്ഞ മറുപടി അദ്ദേഹത്തിൽ അത്ഭുതം ഉണ്ടാക്കി. പ്രവാചകനാണെന്ന മുഹമ്മദിൻ്റെ വാദം ശരിയാണെങ്കിൽ നമ്മളെല്ലാം കഥകളേക്കാൾ മോശമാണ്. ഇസ്ലാമിന്ന് പുറത്തു പോകുന്ന വാക്കായിരുന്നു അത്. ജൂലാസ് പറഞ്ഞത് താൻ മൂടി വെച്ചാൽ അത് വഞ്ചനയാവും, എന്നാൽ അത് പരസ്യമാക്കിയാൽ അത് വളർത്തു പിതാവിനോടുള്ള നന്ദികേടാവും. ഉമർ ആകെ സങ്കടത്തിലായി. അങ്ങനെ ഉമർ ഈ കാര്യം പള്ളിയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനെ അവിടെ നിർത്തി ജൂലാസിനെ വിളിച്ചു വരുത്തി. അവൻ പറഞ്ഞത് പച്ചക്കളവാണ്, ഞാൻ അത്തരത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് അയാൾ പറഞ്ഞു. അവിടെ ഉണ്ടായ ചിലർ ഉമറിനെ കുറ്റപ്പെടുത്തി, ചിലർ പിന്തുണച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനെ നോക്കി. മുഖം ചുവന്നിരുന്നു, കണ്ണീരൊഴുകുന്നുണ്ടായിരുന്നു. അല്ലാഹുവേ, എൻ്റെ സത്യാവസ്ഥക്ക് ഒരു തെളിവ് പ്രവാചകൻ ഇറക്കിയാലും ആ ബാലൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് നബിക്ക് വഹിറങ്ങാൻ തുടങ്ങി. ജൂലാസ് പേടിച്ചു. ഉമർ ആശ്വസിച്ചു. ഉമേറിൻ്റെ അടുത്ത് ആ സത്യം ഇന്ന് വഹിറങ്ങി. പേടി കൊണ്ട് ജൂലാസിൻ്റെ നാവനങ്ങിയില്ല. അയാൾ പശ്ചാത്താപിച്ചു മടങ്ങി. പിന്നീട് ഉമറിനെ സ്നേഹത്തോടെയും ലാളിത്യം വളർത്തി. എവിടെയായാലും ധൈര്യത്തോടെ സത്യം മാത്രം പറയാനാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഞാനിന്ന് മുയലിൻ്റെയും ആമാൻ്റെയും പറയാ. ഒരു ദിവസം മുയൽ നടന്നു പോവും. അമ്മ വന്ന് പറഞ്ഞു മുയലിനോട് എങ്ങോട്ട് പോവാണ്. മുയൽ പറഞ്ഞു വീട്ടിലേക്ക് പോവാണ്. അമ്മ പറഞ്ഞു അപ്പോൾ ശരി പറഞ്ഞു പോയി. മുയൽ പോയപ്പോൾ അവിടെ ഒരു സിംഹം അവിടെ
നിൽക്കുന്നു. സിംഹം മുയലിനെ കടിക്കാൻ വന്നപ്പോൾ മുയൽ ഓടിപ്പോയി. സിംഹം ബാക്കിലോടി. ആമ വന്നു ചോദിച്ചു മുയലിനോട് എന്തു പറ്റി. മുയൽ ചോദിച്ചു സിംഹം ബാക്കിലോടുണ്ടെന്ന്. ആമനെ സിംഹം കണ്ട്. ആമന്റെ ബാക്കിൽ സിംഹം ഓടി. അസ്സലാമലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹായ്, എല്ലാ കൂട്ടുകാരും എത്തിയിട്ടുണ്ടല്ലോ. എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടം തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കഥ പറയാം. കഥയുടെ പേരെന്തെന്നറിയണ്ടേ? കഥയുടെ പേരാണ് പാവം പക്ഷി. ഇത് വെറും കഥയല്ല കേട്ടോ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് നടന്ന ഒരു കഥയാണ്. ഒരിക്കൽ ഒരാൾ ഒരു തോട്ടത്തിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോഴാണ് അയാൾ ഒരു ശബ്ദം കേട്ടത്. അയാൾ ആ ശബ്ദം കേട്ട ഭാഗത്തോട്ട് സൂക്ഷിച്ചു നോക്കി. അപ്പോഴതാ അവിടെ ഒരു തള്ളപ്പക്ഷിയും കുറേ കുഞ്ഞുങ്ങളും. അയാൾ ഉടൻ തന്നെ തൻ്റെ പക്കലുള്ള പുതപ്പ് കൊണ്ട് കുഞ്ഞുങ്ങളെ പൊതിഞ്ഞു. തിരിച്ച് നടക്കാൻ ഒരുങ്ങിയപ്പോൾ ആ തള്ളപ്പക്ഷി അയാളുടെ തലയ്ക്ക് ചുറ്റും വട്ടമിട്ടു പറക്കാൻ തുടങ്ങി. അയാൾ പെട്ടെന്ന് തന്നെ പുതപ്പ് തുറന്ന് വെച്ചു. തള്ളപ്പക്ഷി കുഞ്ഞുങ്ങളെ എടുത്ത് വന്നിരുന്നു. അയാൾ ഉടൻ തന്നെ പുതപ്പ് പൊതിഞ്ഞ് അതുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്തെത്തി. ആ പുതപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുന്നിലോട്ട് വെച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് ഈ പൊതിയിൽ? അയാൾ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ തള്ളപ്പക്ഷിയെയും കുഞ്ഞുങ്ങളെയും തുറന്നു വിടൂ. അയാൾ അപ്രകാരം ചെയ്തു. പക്ഷേ ആ തള്ളപ്പക്ഷി പറന്നു പോയില്ല. തൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടു പോവാൻ അതിനു കഴിഞ്ഞില്ല. ഈ രംഗം സഹാബികൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കൂട്ടുകാരെ, ഈ തള്ളപ്പക്ഷിക്ക് അതിൻ്റെ കുഞ്ഞുങ്ങളോട് സ്നേഹം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായല്ലേ? അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന് നമ്മോടുള്ള സ്നേഹം ഇതിനേക്കാളും എത്രയോ ഇരട്ടിയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ തള്ളപ്പക്ഷിയും കുഞ്ഞുങ്ങളെയും എവിടെ നിന്നാണോ പിടികൂടിയത് അവിടെ തന്നെ കൊണ്ടുവിടൂ. അയാൾ അപ്രകാരം ചെയ്തു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലായി? നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും അള്ളാഹുവാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Assalamu alaikum. I'm gonna tell you a story about a fisherman. Once there was a fisherman. He was a poor fisherman and he didn't get any fish any days. One day, Abu Nasr's and the fisherman's name was Abu Nasr. Then Abu Nasr one day went to the mosque and cried and cried. And then the Imam asked what happened. And then Abu Nasr said, I wouldn't get any fish. I don't have money to feed my family. So the Imam smiled at Abu Nasr
And then Imam said, just ask Allah for help. Before you go to the lake, before you put the net in, first say Bismillah. Abu Nasr went to the lake, and before he put the net in, he said Bismillah, and then Allah rewarded him a big fish. And then Abu Nasr took the fish to the markets and sold it for a loaf of bread. When he was going home, there's a woman and with her son, they were starving and crying of hunger, and they were looking at Abu Nasr's loaf of bread. Abu Nasr think of his own wife and son. Abu Nasr gave the loaf of bread to the woman and her son. Abu Nasr became more worried about his son and wife. One day, when Abu Nasr was in his house, someone knocked at the door and said, I'm looking for Abu Nasr. And then Abu Nasr said, I'm Abu Nasr. And then businessman said, long time ago, I borrowed money from your father. I came to return it. So Abu Nasr got a bag full of money that he could think of. Assalamu alaikum. അസ്സലാമു അലൈക്കും. കൂട്ടുകാരെ, ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ. ആരത് കഥയാണെന്നറിയുമോ? നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥയാണ് കേട്ടോ. ഒരു ചെറിയ കഥ. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമല്ലോ. പ്രിയരെ, ഒരു ദിവസം നബി തങ്ങൾ വഴി കൂടെ സഞ്ചരിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതാ ഒരു കൂട്ടം ആളുകൾ നബി തങ്ങളെ പരിഹസിക്കാനും കളിയാക്കാനും തുടങ്ങി. ഭ്രാന്തം വരെ വിളിച്ച് കളിയാക്കി. അപ്പോൾ അവർക്കിടയിൽ ചിലർ കല്ലെടുത്ത് നബി തങ്ങളെ എറിയാൻ തുടങ്ങി. നബി തങ്ങളുടെ കാലുകളിൽ ചോര വരാൻ തുടങ്ങി. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വന്നിട്ട് ചോദിക്കുക, പൊന്നാര നബി, ഞാൻ ഈ മണകൾ അവരുടെ മുകളിൽ എറിയട്ടെ? നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താണെന്നറിയുമോ? വേണ്ട ജിബ്രീലേ, അവർ അറിവില്ലാത്ത ആൾക്കാരുകളാണ്. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്ത് നല്ല സ്വഭാവം? നമുക്ക് ഇങ്ങനത്തെ സ്വഭാവമാണ് വേണ്ടത്. റബ്ബ് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നൊരു കഥ പറയാൻ പോവാണ്. Once upon a time, there was a poor fisherman, and he gets any money. And one day he go for the masjid and cry and cry and cry. And then the imam of the masjid asked to him, "Why are you crying?" And then he said, "I have no money and no food." And then the imam of the masjid told him, "Before catching fishes, tell Bismi and catch fish." And then he said, "Okay." And then tomorrow he go to catch fish. And then he say Bismi before putting the net. And then after saying Bismi, he put the net.
and then he got one big fish, and then he buys some bread, and then the way to home he saw a poor lady and her son. And then they asked him, "Can you give us some food?" And then he thought that they have no father, but his family had a father. And then he gave the bread to them. And then he go home and he prayed to Allah. And then he was really sad. But then one businessman came and knocked to his door, and then the businessman said, "This is the money for you, because when I was starting my business, your father gave me some money." And then he borrowed the money. That was the money, then more he thinked. And then he buy a lot of things and start his own business. And then he never came hungry again. Assalamu alaikum. Assalamu alaikum. Today I am going to tell the story, The Bear and Two Friends. Long ago, two friends lived in a small village. One day, they decided to go into the forest. They were walking through the forest, and suddenly a bear appeared and started following them. The two friends were scared and started running as fast as they could. Then one friend realized that he could not escape from the bear, so he stopped and climbed up a tree to save himself. The other friend, who was still running, saw his friend climbing up the tree. He thought he had to do something to save his friend, so he came up with a plan. He lay down on the ground and acted to be dead. When the bear reached the friend who was laying on the ground, it smelt him. The bear thought he was dead and walked away. The friend who had climbed up the tree came down and asked his friend what the bear had said in his ear. The friend replied, "The bear told me not to trust those who do not help you in difficult times." Moral: never leave your friends alone in difficult times. Thank you. Jazakumullah. അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, എൻ്റെ പേര് ഇബ്രാഹിം ലത്തീഫ്. നിങ്ങൾക്കെല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? എന്നാൽ ഞാനൊരു കഥ പറയാം. ഒരു ഉമ്മയുടെയോ മകൻ്റെയോ കഥ. ഉമ്മയെ വളരെ സ്നേഹിച്ച മകനായിരുന്നു യഹിയ ബിനു സലഫ്. ഒരു ദിവസം ഉമ്മ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. മകൻ വെള്ളം കൊണ്ടുവന്നു. പാവം ഉമ്മ അപ്പോഴേക്കും ഉറങ്ങിപ്പോയി. ഉമ്മയെ ഉണർത്തുന്നത് ശരിയല്ല മനസ്സിലാക്കിയ മകൻ വെള്ളവുമായി അവിടെ തന്നെ നിന്നു. വേഗിട്ടാണ് ഉമ്മ ഉണർന്നതിന്. ഉമ്മ ഉണർന്നുടനെ തോന്നിത്തു, "മകൻ, ഇതുവരെ നീ ഉറങ്ങാതെ നിൽക്കണോ?" മകൻ പറഞ്ഞു, "ആ ഉമ്മ ഉണർന്നുടനെ വെള്ളം തരാനായി കരുതിയതാണ്." ഉമ്മ ഉടനെ ദുആ ചെയ്തു, "അല്ലാഹുവേ, നീ എൻ്റെ ഓമന മകനെ നന്നാക്കണമേ." ഈ മകനാണ് ലോക അറിയപ്പെടുന്ന ഇമാം നവവി റഹ്മുല്ല. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായ? ഉമ്മയെ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യണം, എന്നാൽ ഉണർന്ന സ്ഥാനത്തിൽ എത്തിക്കും. ഇങ്ങനെയുള്ള കുട്ടികളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ജസാക്കല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും. Assalamu alaikum. My name is Fadi, and the story name is The Rabbit and the Tortoise.
Once upon a time, there was a rabbit and a tortoise. One day, the rabbit said to the tortoise, "Let's have a race." Then they had a race. The rabbit ran so fast. Then she looked behind. Then she didn't saw the tortoise, so she rested in a tree and fall asleep. Then when she waked up, then the tortoise already won the race. Thank you. Assalamu alaikum. First, I am going to tell the story name. The story's name is The King Midas and the Golden Touch. One day, there was a king named Midas. He was very rich. He had so many palaces and a large kingdom. But he was very unhappy. One day, he was praying to God, and God suddenly appeared. He asked God, "Oh God, please grant me a bond. Whatever I touch shall turn into gold." God was happy, so he said, "Your wish is granted." King Midas was very happy. He touched his throne, and what did he see? He saw that his throne had turned into gold. He touched the chairs, the tables, and the vases, and he touched everything, and everything turned into gold. And one day, King Midas was going to eat his dinner, and he touched his dinner, and what did he see? He saw that his dinner had turned into gold. Suddenly, his daughter came running to meet his father. King Midas hugged his daughter, and what did he see? He saw that his daughter became a gold statue. King Midas started crying. He was praying to God, and God appeared again. He asked God, "Oh God, please remove this board." God took a vase of the holy water. God said, "Sprinkle this everywhere you have turned into gold." King Midas had listened to God and took the vase and sprinkled it everywhere. He put it into gold. Thank you. Assalamu alaikum. അസ്സലാമലൈക്കും കൂട്ടുകാരെ, ഇന്ന് നാം പറയാൻ പോകുന്ന ഒരു കൊച്ചു കഥയാണ്. കഥൻ്റെ പേരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പെരുന്നാൾ സമ്മാനം. ഒരു പെരുന്നാൾ ദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പോകുമ്പോൾ കുറേ കുട്ടികൾ പുത്തനായി ഉടുപ്പിട്ട് പള്ളിയിലേക്ക് പോകുന്ന കണ്ടു. വഴിയരികിൽ ഒരു പിഞ്ച് ബാലൻ തേങ്ങി കരയുന്ന കണ്ടു. അത് കണ്ടുടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിനോട് ചോദിച്ചു, മോനെ മോനെ എന്ത് പറ്റി? കുട്ടി പറഞ്ഞു, എനിക്ക് ഉപ്പിയില്ല, എനിക്ക് പുത്തനായി ഉടുപ്പില്ല. വേറെ കുട്ടികളൊക്കെ പുത്തനായി ഉടുപ്പിട്ടപ്പോൾ എനിക്കൊരാഗ്രഹം ഇടാൻ. അത് കേട്ടുടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് പറഞ്ഞു, ഈ കുട്ടിനെ കുളിപ്പിച്ച് പുത്തനായി ഉടുപ്പിട്ട് അത്തറ് പൂശി എൻ്റെ കൂടെ പള്ളിയിൽ അയക്കാൻ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പള്ളിയിൽ നിന്ന് മോൻ ചോദിച്ചു, നബിയെ നബിയെ, എല്ലാ കുട്ടികളും അവരുടെ ഉപ്പമാരുടെ കൂടെയല്ല വരാം. ഞാൻ എൻ്റെ ഉപ്പ ഇല്ലാണ്ട് വന്നാൽ അവർ ചോദിക്കുമ്പോൾ ഞാനെന്ന് പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ആരെങ്കിലും എന്നോട് എൻ്റെ ഉപ്പ എവിടെ ചോദിച്ചാൽ നീ പറയണം, എൻ്റെ ഉപ്പ അതാ അവിടെ ഇരിക്കുന്ന മിമ്പറിലാണ് എൻ്റെ ഉപ്പുള്ളത്. അത് കേട്ടുടനെ മോൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി.
കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉപ്പില്ലാത്ത കുട്ടിയോട് ചെയ്ത കാരുണ്യം നിങ്ങളെ ജീവിതത്തിലും പകർത്തണം. ആമീൻ. അനാഥ കുട്ടികളെ മുമ്പെന്ന് നമ്മളെ സ്വന്തം കുട്ടികളെ ലാളിക്കരുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആമീൻ. അസ്സലാമു അലൈക്കും. Assalamu alaikum. Today I am going to tell you the story of the great sacrifice. Let's begin. Bismillah. One night the Prophet Ibrahim alayhi salam dreamed that he was sacrificing his son Ismail alayhi salam. Ismail alayhi salam was still a child, but he was a brave boy, and when told about the dream, he was quite ready to obey Allah's command. Without hesitating, he said, "Do what you are commanded, Father. God willing, you will find me in one of the steadfast." Ibrahim alayhi salam then took his son to a place known as Mina, a valley near Makkah. Ibrahim alayhi Shaitan appeared there and tried to dissuade him from sacrificing his son. But Ibrahim alayhi salam just pelted him with pebbles. As Ibrahim alayhi salam took up a knife, Allah sent angel Jibril with a ram to be sacrificed instead. Allah was so happy of the readiness of the Prophet to sacrifice his beloved son Ismail alayhi salam. Allah commanded the believers to observe this day as Eid al-Adha, or the feast of sacrifice. The moral is to obey Allah's command without hesitating. Assalamu alaikum. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൂട്ടുകാരെ, ഞാൻ ഒരു കഥ പറയട്ടെ. ഒരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു. നീതിമാനും നല്ലവുമായൊരു രാജാവ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ജനങ്ങൾ അദ്ദേഹത്തെ മോശമായിട്ടായിരുന്നു കാണുന്നത്. ജനങ്ങളോ മടിയന്മാരും ആത്മാർത്ഥതയുമില്ലാത്തവരായിരുന്നു. രാജാവിൻ്റെ ഭരണത്തിൽ എന്തെങ്കിലും തെറ്റുമുണ്ടോ എന്ന് നോക്കലായിരുന്നു അവരുടെ പണി. ഒരു ദിവസം കുറച്ചകലെ ഒരു സ്ഥലത്ത് ഒരു വലിയ പാറക്കല്ല് കുന്നിൽ മുകളിൽ നിന്ന് വീണ വാർത്ത എല്ലാവരും അറിഞ്ഞു. രാജാവ് ഭടന്മാരെ വിട്ടു. എന്നിട്ട് വേഷം മാറി അവിടെ ഒളിഞ്ഞു നിന്ന് അവിടെ കാണുന്ന കാഴ്ചകൾ നോക്കാൻ തുടങ്ങി. ഭടന്മാർ മാത്രമല്ല, ആ കൊട്ടാരത്തിലുള്ള കുറേ ജോലിക്കാരും ഉണ്ടായിരുന്നു അവിടെ. അപ്പോഴാണ് ഒരു കൃഷിക്കാരൻ ആ വഴിയിൽ കൂടി വന്നത്. ആ കൃഷിക്കാരൻ ആ വലിയ പാറക്കല്ല് വഴി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വീണത് ആ കൃഷിക്കാരൻ കണ്ടു. ഒരാൾക്ക് പോലും സഞ്ചരിക്കാൻ പോലും കഴിയാതെ അത് വീണത് കണ്ടുകൊണ്ട് ആ കൃഷിക്കാരൻ്റെ തലയിലുള്ള പച്ചക്കറിൻ്റെ ചുമട് താഴെ വെച്ച് ആ കല്ല് അവിടെ നിന്ന് നീക്കാൻ തുടങ്ങി. ശ്രമിച്ചതിൻ്റെ ഫലമായി അവിടെ നിന്ന് ആ കല്ല് കുറച്ചെങ്കിൽ നീക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആ കൃഷിക്കാരന് നല്ല സന്തോഷമായി. കൃഷിക്കാരൻ ആ പച്ചക്കറിൻ്റെ ചുമട് തലയിൽ വയ്ക്കാൻ പോകുമ്പോൾ ആ കല്ലിൻ്റെ അടുത്ത് ഒരു പണക്കിരിയും ആ പണക്കിരിൻ്റെ ഉള്ളിൽ നിറയെ സ്വർണ്ണ നാണയങ്ങളായിരുന്നു.
അതിൻ്റെ കൂടെ ഒരു കത്തുമുണ്ടായിരുന്നു. ആ കത്ത് രാജാവിൻ്റെ എഴുത്തായിരുന്നു അതിൽ. ആ കൃഷിക്കാരൻ അത് വായിച്ചു നോക്കി. അതിലെഴുതിയത്, ആരാണ് ഈ കല്ല് ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നത്, അവർക്കുള്ളതാണ് ഈ സ്വർണ്ണ നാണയങ്ങൾ എന്നായിരുന്നു. ചെയ്ത കാര്യത്തിനും പ്രതിഫലമെടുക്കാൻ ആ കൃഷിക്കാരന് കുറച്ച് മടിയുണ്ടായെങ്കിലും ആ കൃഷിക്കാരൻ രാജാവ് തൃപ്തിപ്പെട്ട് വെച്ചതാണെന്ന് വിചാരിച്ച് ആ പണക്കിരി അദ്ദേഹത്തിൻ്റെ ചുമടിലിട്ട് തിരിച്ച് യാത്രയായി. പക്ഷേ കൃഷിക്കാരനറിയില്ല, രാജാവ് എല്ലാം ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഇതിന്ന് പഠിച്ചത്, വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കൽ ചെയ്യൽ സത്യവിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നാം തന്നെ ചെയ്യണം. അതിന് മറ്റേ ആരെയും കാത്തു നിൽക്കേണ്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.